ഹലോ ലൈഫ് സ്ട്രീമേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസം ഇതിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് നാളായി ഞാൻ നിങ്ങളെ കുഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഭവം എന്താണെന്നും ഒപ്പം 2 ഈവനിങ് സ്നാക്ക് റെസിപ്പീസും പിന്നെ ഒരു ലൈഫ് അപ്ഡേറ്റുമാണ് നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലൂടെ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ സംഭവം എന്താണ് എന്നുള്ളത് ഞാൻ ചോദിച്ചപ്പം പല ആൻസേഴ്സും വന്നിരുന്നു. വാട്ടർ പ്യൂരിഫയർ ആണോ, സ്റ്റീമർ ആണോ, എഗ് ബോയിലർ ആണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ലൈഫ് അപ്ഡേറ്റ് നിങ്ങളോട് പറയാതിരുന്നത് കൊണ്ടായിരിക്കും ആർക്കും അത് ഗസ് ചെയ്യാൻ പറ്റാഞ്ഞത്. കാരണം ഇങ്ങനെ ഒരു സാധനം എൻ്റെ വീട്ടിലുണ്ടാവേണ്ട യാതൊരു കാരണം നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ബിക്കോസ് ഇതൊരു ബോട്ടിൽ സ്റ്റെറിലൈസറാണ്. ഫീഡിങ് ബോട്ടിൽസിനെ സ്റ്റെറിലൈസ് ചെയ്യുന്ന, അറ്റ് എ ടൈം 6 ബോട്ടിൽസിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബോട്ടിൽ സ്റ്റെറിലൈസറാണിത്. 6 ബോട്ടിൽസ് വെക്കാം, പക്ഷെ ഞാനിപ്പോൾ 2 ബോട്ടിൽസും പിന്നെ 2 ബൗൾസും അതനുസരിച്ചിട്ടുള്ള അതിൻ്റെ നിപ്പിളിന് പകരം സ്പൂൺ ആണ് വെച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഫീഡിങ് ബോട്ടിലിന് എന്താ ഈ വീട്ടിൽ കാര്യം എന്നല്ലേ? അപ്പോഴാണ് നമ്മുടെ ലൈഫ് അപ്ഡേറ്റിലോട്ട് കടക്കേണ്ടി വരുന്നത്. നമ്മുടെ വീട്ടിൽ ഓൾമോസ്റ്റ് 3 മാസത്തോളമായിട്ട് ഒരു കുഞ്ഞുവാവയുണ്ട്. അപ്പോൾ ഈ ന്യൂ ബോൺ ബേബി ഉള്ളത് കൊണ്ടാണ് പല സമയത്തും എനിക്ക് കുറച്ച് തിരക്കാണെന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. കണ്ടോ, ഇങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് സ്വിച്ച് ഓൺ ചെയ്യാം. സ്റ്റീം വന്ന് സ്റ്റെറിലൈസ് ആയി കഴിഞ്ഞ് അത് തനിയെ സ്വിച്ച് ഓഫ് ആയിക്കോളും. അപ്പോൾ ഭയങ്കര ഈസിയാണ്, നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുകയാണ്. ഞാൻ ഷൂട്ട് ചെയ്തിട്ടൊന്നും ഇല്ല. അത് വെള്ളയപ്പമാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കിയത്. അരിപ്പൊടി കൊണ്ടുള്ള വെള്ളയപ്പമാണ് ഉണ്ടാക്കിയത്, ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പം. പിന്നെ ഉച്ചക്കലേക്ക് ഗ്രീൻ പീസിൻ്റെ ഒരു മസാലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തേങ്ങാപ്പാലൊന്നും ഒഴിച്ചിട്ടില്ല, മസാലക്കറിയാണ്. ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, ചീരയില തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലത്തേക്ക് ഉച്ചക്കത്തെ പരിപാടികളൊന്നുമില്ല. ഒരു ഈവനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നതെന്നാണ് നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വൈകുന്നേര സമയമാണ്, 4:30 കഴിഞ്ഞു. നമുക്ക് അടുക്കളയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ 4 മണി പരിപാടികളുടെ കൂട്ടത്തിൽ തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഷെയർ ചെയ്ത് പോവാം. അതിനായിട്ട് പിന്നെ ഒരു സിറ്റ് ഡൗൺ വീഡിയോ പോലെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതാണ് എൻ്റെ പ്ലാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് സ്നാക്കായിട്ട് ചെയ്യാൻ പോകുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതാണ് ആ സാധനം. ഈ സംഭവമാണ് കേട്ടോ ഇവിടെ എടുക്കാൻ പോകുന്നത്. ഇത് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്താ സാധനം എന്ന്, കണ്ടിട്ട് മനസ്സിലായില്ല. അപ്പോൾ ഒരു 3 പേരെങ്കിലും എനിക്ക് മെയിലിലൂടെയും കമൻറ്റിലൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ എന്നോട് ചോദിച്ചത് ചക്കക്കുരു ആണോ എന്നൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ പേര് മക്കന എന്നാണ്. ഇതിന് ഫോക്സ് നട്ട് എന്നും ലോട്ടസ് സീഡ് എന്നൊക്കെ പറയുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ, കേരളത്തിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിവിടെ കർണാടകയിൽ വന്നിട്ട് ആൾക്കാർ ഇതിങ്ങനെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന കണ്ടിട്ട് ഞാൻ ആക്ച്വലി ഒരാളോട് ചോദിക്കുകയാണ് ചെയ്തത്, എന്തിനാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് എന്ന് ചോദിച്ച്. ഞാൻ ചോദിച്ചത് എന്തെങ്കിലും ഒരു കെമിക്കൽ കൊണ്ടുണ്ടാക്കിയൊരു സാധനമാണോ, പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന, എന്താ പറയുക, തെർമോക്കോൾ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു സാധനമാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് റെസിപ്പീസ് നോർത്ത് ഇന്ത്യൻസ് ഇതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതുകൊണ്ട് പായസം ഉണ്ടാക്കുന്നുണ്ട്, ഇതുകൊണ്ട് തോരൻ പോലെ ഉണ്ടാക്കുന്നുണ്ട്, കറികൾ വയ്ക്കുന്നുണ്ട്, ചാറുകറിയും ഉപ്പേരിയൊക്കെ വയ്ക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് ജസ്റ്റ് ഫ്രൈ ചെയ്യുകയാണ്. ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റൊരു പ്രശ്നമേ ഉള്ളൂ, ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഒരു 100 ഗ്രാമിന് ഇപ്പോൾ 146 രൂപ, 152 രൂപ ഒക്കെയാണ് MRP എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ്, ഒരു ഭയങ്കര സ്പോഞ്ചി പോലെ ഇരിക്കും. പക്ഷെ അത് ഫ്രൈ ആയി വരുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ട് വരും. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്. ഒരു പാത്രം എടുപ്പത്ത് വയ്ക്കുക, കുറച്ച് ബട്ടർ ഒഴിക്കുക, എന്നിട്ട് അതിൽ ചൂടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ്. പിന്നെ അങ്ങനെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബട്ടർ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ബട്ടർ അവോയ്ഡ് ചെയ്യാം. ഞാനിതിപ്പോൾ മെയിൻലി കുട്ടികൾക്ക് വേണ്ടിയല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മസാലയുടെ ഒരു ആമാട ചെപ്പാണത്. എന്ന് വെച്ചാൽ പൊട്ടിച്ച് പാക്കറ്റിൽ തന്നെ ആക്കി വെക്കുന്ന മസാലകളൊക്കെ ഉണ്ടല്ലോ. അപ്പം എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ബട്ടറിട്ട് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ സ്വയം അത് ക്രഞ്ചിയായി മാറും. അതിൽ കുറച്ച് സോൾട്ടും കുറച്ച് ചാറ്റ് മസാലയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് അങ്ങനെ ഇളക്കി, നല്ല രസമാണ്. സോൾട്ടി ആൻഡ് ഒരു പൊട്ട് പഞ്ചസാരയും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഒരു മിക്സ് ആയിട്ടുള്ളൊരു ഫ്ലേവർ കിട്ടുമല്ലോ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഏത് ഫ്ലേവറിലും നമുക്ക് ശരിയാക്കിയെടുക്കാം. അപ്പം കുഞ്ഞുവാവയിലോട്ട് തിരിച്ചു വരാം. എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അനിയത്തി പ്രഗ്നൻ്റ് ആയിരുന്നു. അവൾ 7 months പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് കോവിഡ് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവളുടെ കണ്ടീഷൻ മോശമായി. അങ്ങനെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് പുറത്തെടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ വന്നപ്പോൾ കുഞ്ഞിനെ 7ാം മാസത്തിലാണ് പുറത്തെടുത്തത്. അപ്പോൾ കുഞ്ഞുവാവ 2 ആഴ്ചയോളം NICUവിൽ അഡ്മിറ്റഡ് ആയിരുന്നു. പിന്നെ എൻ്റെ സിസ്റ്റർ വെൻറ്റിലേറ്ററിലായിരുന്നു.
അത് കഴിഞ്ഞ് ആ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് കുഞ്ഞുവാവ ഇവിടെയാണുള്ളത്, നമ്മുടെ വീട്ടിലാണുള്ളത്. അപ്പോൾ അങ്ങനെ നിലച്ചിരിക്കാതെ ഒരു ന്യൂ ബോൺ ബേബിയുടെ, അതും ഒരു പ്രീ ടേം ന്യൂ ബോൺ ബേബിയുടെ ഒരു അമ്മയായൊരു സിറ്റുവേഷനാണ് എൻ്റെ ലൈഫ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാലോ, നമുക്ക് ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രസവിക്കുന്നില്ല എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സെയിം ആണല്ലോ. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും എനിക്ക് പല വീഡിയോസും ഞാൻ കുറച്ച് നേരം വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നതും, പിന്നെ പല വീഡിയോസും എനിക്ക് കമൻറ്റ് ചെയ്യാനോ ഒന്നും പറ്റാതെ പോകുന്നതും ഒക്കെ നല്ലൊരു ബിസി ടൈമായിരുന്നു. കാരണം ആ ഒരു സമയം എന്ന് വെച്ചാൽ ലോക്ക്ഡൗൺ ആണ്, നമുക്കങ്ങനെ ഒരു ഹെൽപ്പിനൊന്നും ആരും കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മളൊരു പ്രസവിച്ച് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അമ്മേനെ മിസ് ചെയ്തൊരു സമയം അതായിരുന്നു. കാരണം നമ്മുടെ ഏതൊരു കുഞ്ഞ് ജനിക്കുമ്പോഴും അമ്മയാണ് അവിടുത്തെ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ആൾ. നമ്മളൊക്കെ അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാരാണല്ലോ, സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് മാത്രമായിരുന്നു. അപ്പോൾ സാധാരണയാണെങ്കിൽ ഒരു പ്രസവം നോക്കാനായിട്ട് ആരെങ്കിലും കൊണ്ടുവരും, പിന്നെ അമ്മ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ളതാണ് പ്രസവിച്ച അമ്മയ്ക്ക് ചെയ്യാനുള്ളൂ, അതിൽ താഴെയാണ് സിസ്റ്ററിന് ചെയ്യാനുള്ളൂ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കുഞ്ഞുവാവ നമ്മുടെ വീട്ടിൽ വന്നു. കുഞ്ഞുവാവയ്ക്ക് എക്സ്ട്രാ കെയർ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഹി വാസ് ജസ്റ്റ് 1.7 kgs, സോ ഹി നീഡഡ് ഫീഡിങ് എവറി 2 hours. പിന്നെ അമ്മയുടെ പാല് കുടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ ബോട്ടിൽ മിൽക്കാണ് കൊടുക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നോക്കിയപ്പോൾ ഈ ഓരോന്ന് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം വേസ്റ്റ് ആവുമെന്ന് തോന്നിയപ്പോൾ എങ്ങനെ ലൈഫ് ഈസി ആക്കാം എന്നുള്ള കാര്യങ്ങളാണ് ആദ്യം തന്നെ നോക്കിയത്. അപ്പം ഞങ്ങളെപ്പോഴും എടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത്, ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ബേബി. അപ്പോൾ ബേബിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. സെക്കൻഡ് പ്രയോറിറ്റി വാസ് എവറിബഡി ഈറ്റ്സ് ഫുഡ്. അപ്പം നെക്സ്റ്റ് ഞാൻ നോക്കിയിരുന്നത് എല്ലാവർക്കും ഭക്ഷണം ഉറപ്പ് വരുത്തുക. ഇനി അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മൂന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എവറിബഡി ഹാസ് ക്ലോത്ത്സ് ടു വെയർ. വസ്ത്രങ്ങൾ അലക്കുക, അത് ഹാങ് ചെയ്യുക, ഡ്രൈ ചെയ്യുക, മടക്കി വയ്ക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ്ലി പിള്ളേരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് അവരുടെ ജോബായിരുന്നു. മക്കന്നെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് കഴിച്ച് നോക്കുകയാണെങ്കിൽ നല്ല ക്രഞ്ചിയാണ് കേട്ടോ. എനിക്കതങ്ങനെ ആ ക്രഞ്ചിനെസ് നിങ്ങളെ ഷോ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ബട്ട് ക്രഞ്ചി ആയി മാറിയിട്ടുണ്ടാവും ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഈവനിങ് ടൈമാണ്. മീക്കുട്ടി ബുക്ക് റീഡിങ്ങിലാണ്. ഹാരി പോട്ടറാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ബുക്കാണ്. കുറേ കാലമായി എന്നോട് പറയുന്നു എനിക്ക് വായിച്ച് തുടങ്ങണം. ഞാൻ പറഞ്ഞു നീ അതിനുള്ള ഏജ് ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ നോക്കിയപ്പോൾ അവളത് വായിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര തല കുത്തിരുന്ന് വായിക്കുകയാണ്. അവൾക്ക് കഥയൊക്കെ അറിയാം, കാരണം ചേച്ചി ബുക്ക് വായിച്ചിട്ട് പണ്ട് മൂവി കണ്ടപ്പോൾ അവൾ കണ്ടിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ കുഞ്ഞുവാവ. അവനവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ അവൻ്റെ കുറച്ച് സാധനങ്ങൾ സോഫയുടെ അവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ നമുക്ക് ആരും വരാനും പോകാനൊന്നും ഇല്ലല്ലോ. പകൽ സമയത്ത് മുഴുവൻ ഞാൻ ഇവിടെ തന്നെയാണ് അവനെ കിടത്തുക. അപ്പം എനിക്ക് ഈസിലി എടുക്കാൻ പാകത്തിന് റെഡിയാക്കിയതാണ്. മീറ്റും ഇവിടെ ഭയങ്കര എക്സസൈസൊക്കെയാണ്. കുറേ നാൾ കൂടിയിട്ട് ഇപ്പോൾ തുടങ്ങിയേക്കുന്നതാണ് കേട്ടോ. 2 ദിവസമായിട്ട് ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ബാസ്ക്കറ്റിൽ ഞാൻ വെക്കുന്നത് ഡയപ്പേഴ്സ് വെക്കുന്നുണ്ട്, വൈപ്സ് വെക്കുന്നുണ്ട്, കുറച്ച് വാഷ് ക്ലോത്ത്സ് വെക്കും. കാരണം ഇവന് എപ്പോഴും ഇങ്ങനെ പാലൊക്കെ കുടിക്കുന്നത് ഇങ്ങനെ ബർപ്പ് ചെയ്തൊക്കെ വരും, അതൊക്കെ തുടയ്ക്കാനായിട്ട്. കുറച്ച് ബിബ്സ് വെക്കാറുണ്ട്. ബിബ്സ് ഇപ്പം വാഷ് ചെയ്ത് അടുത്ത സെറ്റ് ഇവിടെ കൊണ്ടു വെച്ചിട്ടില്ല. ടോയ്ലറ്റ് പേപ്പർ ഉണ്ട്, കുഞ്ഞുവാവയുടെ നഖം വെട്ടാനൊക്കെ ഉള്ള അങ്ങനത്തെ സാധനങ്ങൾ. കുറച്ച് റാറ്റിൽസ് ഒന്നും ശ്രദ്ധിക്കാനൊക്കെ ഉള്ളൊരു ഇതായി വരുന്നതേ ഉള്ളൂ. ആക്ച്വലി വളരെ കുഞ്ഞായിരുന്നല്ലോ. ഇപ്പോൾ കുറേശ്ശൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി. പിന്നെ ഒരു ജോഡി ഡ്രസ്സും ഞാൻ അതിൽ വെക്കും. പെട്ടെന്ന് പാല് തേട്ടിപ്പോവുകയൊക്കെ ചെയ്താൽ ഉടനെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഡ്രസ്സും വെക്കും. ഇത്രയും സാധനങ്ങൾ ഫുൾ ടൈം പെർമനൻ്റ്ലി നമ്മളിവിടെ വെച്ചിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് 2 വലിയ പപ്പായ കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് അവരുടെ ഫാമിൽ നിന്ന് കൊണ്ടുവന്ന് തന്നതാണ്. അപ്പം പപ്പായ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഡിമാൻഡുള്ള ഒരു സംഭവമല്ല ഇവിടെ. അതിങ്ങനെ മുറിച്ച് വെച്ചാലും വലിയ താല്പര്യം അധികം പേർക്കും ഉണ്ടാവാറില്ല. പക്ഷേ ഇതാണെങ്കിൽ ഇത്രയും നല്ലൊരു പപ്പായാണ്, ഓർഗാനിക്കായിട്ടുള്ള ഫാമിൽ നിന്ന് കൊണ്ടുവന്ന പപ്പായാണ്. സോ ഐ സംഹൗ വാണ്ടഡ് ടു യൂസ് ഇറ്റ്. അപ്പം ഞാൻ അതുകൊണ്ടൊരു ഹൽവ പോലെ ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ്. ഇത് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് റെസിപ്പിയൊന്നും അല്ല, നമ്മുടെ കയ്യിൽ ഈ സാധനം ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക ആണെന്ന് പറയാം. ഇങ്ങനെ ആണോ ഹൽവ ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ഇത് ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ച് ചെയ്യുകയാണ്. വെറുതെ ഒന്നുമില്ല, നത്തിങ്. ലൈക്ക് പപ്പായ മുറിച്ചു, ജസ്റ്റ് മിക്സിയിലിട്ട് അടിച്ച് അത് പ്യൂറി ആക്കിയെടുത്തു. വെള്ളമൊന്നും ചേർക്കാതെ അടിച്ച് പ്യൂറി ആക്കിയെടുത്തു. എന്നിട്ട് അതിനെ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ച് നെയ്യൊക്കെ ചേർത്ത് ഇങ്ങനെ വഴറ്റി അതിനെ ഒരു പരുവാക്കിയെടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
സോ കമ്മിങ് ബാക്ക് ടു ദ ലൈഫ് അപ്ഡേറ്റ്, അതിനോട് ചേർത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ബേബി വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മുടെ ലൈഫ് ഭയങ്കര ബിസിയായി. കാരണം നമുക്ക് രാത്രിയും പകലും ഒക്കെ 2 hours വെച്ച് ഫീഡ് ചെയ്യണം, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ബ്ലഡിൽ ഷുഗർ ലെവൽ കുറഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നു. കാരണം വളരെ വെയിറ്റ് കുറഞ്ഞ കുഞ്ഞായിരുന്നല്ലോ, പിന്നെ ഏജും 2 മാസത്തോളം ലാക്കിങ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കണമായിരുന്നു. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൽ സാധാരണ നമ്മുടെ സ്ഥിരം നമ്മളെ വ്യൂ ചെയ്യുന്ന കുറേ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. ഓരോരുത്തരെയും ലൈക്ക് ഐ കൈൻഡ് ഓഫ് ഫീൽ ദറ്റ് ഐ നോ ദം സോ പേഴ്സണലി, ബിക്കോസ് നമുക്ക് എപ്പോഴും കമൻറ്റ്സ് അയക്കുകയും നമ്മൾ തിരിച്ച് കമൻറ്റ് അയക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതിന് പുറമെ കുറച്ച് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും നമ്മുടെ ഫാമിലിയിൽ സ്ഥിരമായിട്ട് നമ്മുടെ വ്യൂവേഴ്സായിട്ട് നമുക്ക് കമൻറ്റ്സ് ഒക്കെ പറയുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ട് കുറച്ച് യൂട്യൂബേഴ്സും ഉണ്ട്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയ ഒരു ബ്ലെസ്സിങ് ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ വരുന്ന യൂട്യൂബേഴ്സ് എല്ലാവരും തന്നെ ഞാൻ എൻജോയ് ചെയ്യുന്ന തരത്തിലുള്ള നല്ല വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സാണ്. എന്ന് വെച്ചാൽ ഇപ്പം അതിനിടയ്ക്ക് ഞാൻ ഇതൊന്ന് പറയട്ടെ കേട്ടോ. പപ്പായയുടെ സംഭവം ഗ്രൈൻഡ് ചെയ്തെടുത്തത് കുറച്ച് ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിലോട്ട് ഇത് ഒഴിച്ച് നമ്മൾ നല്ല രീതിയിൽ അതിനെ ഇളക്കി കുറുക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പഞ്ചസാരയും ചേർക്കണം, കുറച്ച് ഏലക്ക, കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചിട്ട് അതും കൂടെ അതിലിട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പരമാവധി അതിനെ വറ്റിച്ച് കുറുക്കിയെടുക്കുക. അതാണ് കേട്ടോ റെസിപ്പി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് ഇപ്പോൾ സപ്പോസ് നമ്മുടെ ചാനലിൽ ഒരാൾ വന്ന് നമ്മളെ വ്യൂ ചെയ്തു, അപ്പം അവരൊരു യൂട്യൂബറാണ് എന്ന് കാണുമ്പോൾ വി വിൽ ഫീൽ ഒബ്ലൈജ്ഡ്. അയ്യോ അവരിവിടെ വന്നതല്ലേ, അതുകൊണ്ട് ഞാനും അവരെ വിസിറ്റ് ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ കരുതി പലപ്പോഴും ചിലപ്പോൾ നമുക്ക് പോയിട്ട് അവരുടെ വീഡിയോ കാണേണ്ട ഒരവസ്ഥ ഉണ്ടാകും. പലരും അതിനെക്കുറിച്ച് പറയാനായിട്ടുണ്ട്. സബ് ചോദിക്കുന്ന ആൾക്കാരും, ജസ്റ്റ് ഇവിടെ വന്നൊരു 2 മിനിറ്റ് കണ്ടിട്ട് അങ്ങോട്ടും വരണേന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാർ, അതുപോലെയുള്ളവരെയൊക്കെ കുറിച്ചൊക്കെ പല യൂട്യൂബേഴ്സിനും അത് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഇവിടെ വരുന്ന നമ്മുടെ ഫാമിലിയിൽ വിസിറ്റ് ചെയ്യുന്ന യൂട്യൂബേഴ്സായിട്ടുള്ള എല്ലാവരും തന്നെ കംപ്ലീറ്റ്ലി നല്ല രീതിയിൽ ഈ വീഡിയോ കാണുകയും ഇത് ആസ്വദിക്കുകയും ഇത് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് വരുന്നതാണ്. അത് അല്ലാതെ അവരൊരിക്കലും ഇവിടെ വരുന്നത് തിരിച്ച് ഞാൻ അവിടെ വരണം, ഒരു വ്യൂ അവിടെ കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ റെസിപ്പി വീഡിയോസ് ചെയ്യുന്നവരായിക്കോട്ടെ, വ്ളോഗ്സ് ചെയ്യുന്നവരായിക്കോട്ടെ, കോണ്ടൻറ്റ് വീഡിയോസ് ചെയ്യുന്നവരായിക്കോട്ടെ, എല്ലാവരെയും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി അവരുടെ വീഡിയോസ് കാണാൻ. അപ്പോൾ കുറച്ച് നാളായിട്ട് നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണും, എസ്പെഷ്യലി എൻ്റെ യൂട്യൂബേഴ്സായിട്ടുള്ള ഫ്രണ്ട്സ് ശ്രദ്ധിച്ച് കാണും, നിങ്ങൾ എന്നെ നിങ്ങളുടെ ചാനലിലൊന്നും കാണാറില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നും, എന്താണാവോ ഇപ്പോൾ കാണുന്നില്ലല്ലോ. സ്ഥിരം വന്ന് കാണുകയും കമൻറ്റ് പറയുകയൊക്കെ ചെയ്തിരുന്ന ഒരാൾ പെട്ടെന്ന് മിസ്സിങ് ആകുമ്പോൾ. അപ്പോൾ എൻ്റെ കാരണം ഇതായിരുന്നു, കുഞ്ഞുവാവ ഉള്ളതുകൊണ്ട് നമുക്ക് വിചാരിച്ചതുപോലെ അപ്ഡേറ്റ് വരുന്ന ഉടനെ ഒന്നും വീഡിയോസ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ബിക്കോസ് ഐ എൻജോയ് ദിയർ വീഡിയോസ്, ഐ മേഡ് ഷുവർ ഐ വാച്ച് ഈച്ച് ആൻഡ് എവറി വീഡിയോ. പക്ഷേ ഞാൻ എവിടെയും കമൻറ്റ് ഇട്ടില്ല. കാരണം ഒരു സമയത്ത് കുറച്ച് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ഒരാളുടെ അടുത്ത് ചാനൽ ഓപ്പൺ ചെയ്തിട്ട് അതിൽ പെൻഡിങ് ആയ എല്ലാ വീഡിയോസും കാണും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഓ kita pindah palucana. ഇപ്പോൾ കുഞ്ഞുവാവ കുറച്ചുകൂടെയൊക്കെ വലുതായി. ഇപ്പോൾ അവനൊരു 3.5 hours മാത്രം ഫീഡിങ് മതിയാവും. അപ്പോൾ ആക്ച്വലി അവനിപ്പോൾ ഒരു 2.5 മാസമായി. പക്ഷേ ഡോക്ടേഴ്സ് അവൻ്റെ ഏജ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു കറക്റ്റഡ് ഏജ് എന്നാണ്. അതായത് അവൻ്റെ ഡ്യൂ ഡേറ്റ് എന്താണോ അവിടെ നിന്ന് തൊട്ടാണ് അവൻ്റെ ഏജായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ ഒരു മൈൽ സ്റ്റോൺസ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ, ഒരു കുഞ്ഞ് ജനിച്ച് 1.5 മാസത്തിനുള്ളിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഈ കുഞ്ഞ് ചെയ്യുന്നത് 2.5 മാസത്തിന് ശേഷമായിരിക്കും. കാരണം അവൻ ജനിച്ചത് കുറച്ച് നേരത്തെ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞു വാവകളുള്ള അമ്മമാർക്കൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ കാര്യങ്ങളൊക്കെ എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ചൂടാക്കിയ വെള്ളം ഒരു ഫ്ലാസ്കിൽ വെച്ചിട്ടുണ്ടാവും. ഞാൻ ഇങ്ങനെ ഒരു പാക്കറ്റിലാണ് കിട്ടുന്നത്. അപ്പോൾ ഞാനത് ആ കുപ്പിയിലാക്കി, ബോക്സ് തുറന്നതിന് ശേഷം കുപ്പിയിലാക്കിയിട്ട് വെക്കണം. എനിക്ക് സൗകര്യം ഇതാണ് തോന്നിയത്. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ബൗളും സ്പൂണും സ്റ്റെറിലൈസറിൽ വെച്ച് സ്റ്റെറിലൈസ് ചെയ്തെടുത്ത് അതിലോട്ട് ഒഴിച്ച് ഇളക്കി മിക്സ് ചെയ്ത് ചൂടാറി കഴിയുമ്പോൾ അത് തിരിച്ച് ബോട്ടിലിൽ ഒഴിച്ചിട്ട് കൊടുക്കും. പിന്നെ കുഞ്ഞിന് നിപ്പിൾ ഉള്ള ബോട്ടിൽസ് കൊടുക്കരുതെന്നാണ് പീഡിയാട്രീഷ്യൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കൂടുതൽ വയറിനകത്തോട്ട് ഗ്യാസ് കയറാൻ കാരണമാവും എന്നാണ് പറഞ്ഞത്. സോ നിപ്പിളിന് പകരം ഒരു സ്പൂൺ ഘടിപ്പിച്ചിട്ടുള്ള തരം ബോട്ടിൽസ് അവൈലബിൾ ആണ്. ഞാൻ പണ്ട് എൻ്റെ കുട്ടികൾക്കൊക്കെ അത് കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ നമ്മൾ കുറുക്ക് കൊടുക്കാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഒരു സെമി ലിക്വിഡ് ഫോമിൽ. പക്ഷേ ഇവനിപ്പോൾ പാല് കൊടുക്കുന്നത് അങ്ങനെ. ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത് പാലാട എന്ന് പറയുന്നൊരു കുഞ്ഞൊരു
നമ്മുടെ നാട്ടിൽ ഗോകർണം എന്നൊക്കെ പറയുന്ന സ്റ്റീലിൻ്റെ ഒരു ചെറിയൊരു സാധനം കിട്ടും, അതിലൊഴിച്ചിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഇങ്ങനെ സ്പൂണിലുള്ള ബോട്ടിൽ ഉപയോഗിച്ചിട്ട് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് കുറച്ചും കൂടി എളുപ്പമാണ്. പിന്നെ ഇപ്പം അവനും അറിയാം വിശപ്പിൻ്റെ വിളി വരുന്നത് അവന് കൃത്യമായിട്ട് അറിയാം. 2 hours ഫീഡ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും അലക്സയിൽ റിമൈൻഡർ വയ്ക്കുമായിരുന്നു. ഒരു പ്രാവശ്യം പാല് കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ നെക്സ്റ്റ് 2 hours റിമൈൻഡർ വയ്ക്കും. അപ്പോൾ അലക്സ ആണ് കുഞ്ഞു അവയുടെ പാല് കുടിക്കാനായിട്ട് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. അവൻ്റെ അലക്സ ചേച്ചിയാണ് എന്നാണ് ഞങ്ങൾ പറയാറ്. പിന്നെ ബാക്കി ചേച്ചിമാരുടെ സഹായ സഹകരണങ്ങൾ പറയണ്ടല്ലോ. മീട്ടുവാണെങ്കിൽ അവനെടുക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഓക്കെയാണ്. മീക്ക് അവനെടുക്കാൻ പറ്റാത്തതിൻ്റെ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അവൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ചുറ്റി നടക്കും. ബാക്കി വേണ്ട ഉപകാരങ്ങളൊക്കെ ചെയ്തു തരും. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലാം വെച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, കാരണം അവൻ്റെ വയറിനകത്ത് കറക്റ്റ് അലാം അടിക്കും. അപ്പോൾ അവന് വിശന്ന് കഴിഞ്ഞാൽ ഒരു 3 hours ഓർ മാക്സിമം 3.5 hours അവൻ എന്തായാലും നമ്മളെ വിളിച്ചു വരുത്തും. Harry hates that, no? Hogwarts, Hogwarts. He'll be so embarrassed in the 4th book. Mate schools remember they'll all perform their good anthems, and then he has to sing Hogwarts, Hogwarts, Hoggy, Hoggy, Hogwarts. Hoggy body. Hogwarts, Hogwarts, Hoggy body, Hogwarts. You do your best and I'll do the rest. ഹാരി പോട്ടറിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് കേട്ടോ നടക്കുന്നത്. ഞാൻ ഈ ഒരു സീരീസ് വായിച്ചിട്ടേ ഇല്ല കേട്ടോ. ഹാരി പോട്ടർ സീരീസ് ഞാൻ വായിച്ചിട്ടേ ഇല്ല. ഒരുപാട് ഫേമസ് ആയൊരു ബുക്ക് ഞാൻ വായിക്കാത്തത് ഏതെന്ന് ചോദിച്ചാൽ മിക്കവാറും എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഹാരി പോട്ടറാണ്. നമ്മുടെ ഒരു നല്ല പ്രായത്തിൽ വന്നൊരു ബുക്കായിരുന്നു ഇത്. പക്ഷെ എന്തുകൊണ്ടോ അന്ന് എനിക്കതിലൊരു കൗതുകം തോന്നിയില്ലായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഹൽവ ഒരു ഹിറ്റായിട്ടുണ്ട്. ഏകദേശം നമ്മുടെ നാട്ടിൽ ഫങ്ഷൻസിനൊക്കെ ഐസ്ക്രീമിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന ക്യാരറ്റ് ഹൽവയില്ലേ, ഏതാണ്ട് അതുപോലെയൊക്കെ ഒരു ലുക്കൊക്കെയാണ്. കളറൊക്കെ അങ്ങനെയാണ്. ടെക്സ്ചർ കുറച്ച് ഡിഫറെൻ്റ് ആണ്, കാരണം അതൊരു തരിതരി പോലെ ഉണ്ടാവുമല്ലോ. ഗ്രേറ്റഡ് ക്യാരറ്റ് അല്ലേ, ഇത് നല്ല പ്യൂരീഡ് ആയതുകൊണ്ട് കുറച്ചുകൂടി ക്രീമി ടെക്സ്ചറാണ്. കുഞ്ഞുമോൻ്റെ പാല് കുടിക്കുന്ന സമയം കുറച്ച് ഒരു ഓൾമോസ്റ്റ് ഒരു 1/2 hour എടുക്കും. അവൻ പതുക്കെ പതുക്കെ കുറച്ച് കുടിക്കും. ചിലപ്പോൾ കുറച്ചിങ്ങനെ തേർട്ടിപ്പോവും. പിന്നെ നമ്മളൊന്ന് അവനെ തട്ടി കൊടുക്കണം, പുറത്തൊക്കെ ഒന്ന് തട്ടി കൊടുക്കണം. അപ്പോൾ കുറച്ചിങ്ങനെ ബെർപ്പ് ചെയ്ത് ഗ്യാസൊക്കെ പോകണം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കുടിക്കും. ചിലപ്പോൾ അവൻ തന്നെ അങ്ങ് ഇനി കുടിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് ചുണ്ട് അടച്ച് പൂട്ടി വയ്ക്കും. ചിലപ്പോൾ അവൻ ചുമ്മാ അങ്ങ് കരയാൻ തീരുമാനിക്കും. അപ്പോൾ കരയാൻ വേണ്ടി വായ തുറക്കുമ്പോൾ ഞാൻ അവൻ്റെ വായിലോട്ട് ഒഴിച്ചൊഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങനെ പല പല മെത്തേഡ്സ് ഫോളോ ചെയ്തിട്ടാണ് അവൻ്റെ ഫീഡിങ്. ഇപ്പോൾ നമുക്കിപ്പോൾ അവൻ കുറച്ച് ബാക്കി വെച്ചാലും വലിയ ടെൻഷനില്ല. ആദ്യം അവൻ കുഞ്ഞായിരുന്ന സമയത്ത് കമ്പൽസറി ആയിരുന്നു. ഇത്ര ml എവറി 2 hours അവൻ്റെ ശരീരത്തിൽ ചെല്ലണമെന്ന് ഭയങ്കര കമ്പൽസറി ആയിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടിയും സമാധാനമുണ്ട്. ശരിക്കും പറഞ്ഞാൽ വി ഡോണ്ട് നീഡ് ടു വറി. ഇപ്പോൾ ഒന്ന് ഒരു നേരം അവൻ കഴിച്ചില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് ടൈം അവൻ എപ്പോഴാണോ നല്ല രീതിയിൽ വിശക്കുന്നത് ആ സമയത്ത് അവൻ കഴിക്കും. അപ്പോൾ പകൽ മുഴുവനും ഇവൻ്റെ ഒരു സ്റ്റേ ഇവിടെയാണ്. ഈ ഒരു ബെഡിൽ എന്തെങ്കിലും ഒരു ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഇവിടെ തന്നെയാണ് കിടത്തുന്നത്. രാത്രി ഉറങ്ങാൻ മാത്രമേ ഞങ്ങൾ റൂമിലോട്ട് പോകാറുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിൽ വരുന്ന യൂട്യൂബേഴ്സൊക്കെ മനസ്സിലാക്കണം, ഞാൻ നിങ്ങളുടെയൊക്കെ എല്ലാ വീഡിയോസും കാണുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഞാനിത് കാണുന്നത് രാത്രി 2 മണിക്കോ 3 മണിക്കൊക്കെ ആയിരിക്കും. ഞാനും കുഞ്ഞുവാവയും കൂടി പാല് കുടിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പം ഞാൻ ഉറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി അവനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് രാത്രിയൊക്കെ ആകുമ്പോൾ ആ സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ പ്ലേ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഏർലി മോർണിംഗ് ആയിരിക്കും. ചിലപ്പോൾ ഞാൻ നല്ല ബിസി ആയിട്ട് എന്തെങ്കിലും പണി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലായിരിക്കും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൈയൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് കമൻസ് എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ എവിടെ പോയി എന്നെ കാണാനില്ലോ എന്ന് വിചാരിക്കരുത്. ഞാനിവിടെയൊക്കെ തന്നെയുണ്ട്. കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് ലൈഫ് കുറച്ചും കൂടി ഒരു നോർമൽസിയിലോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ കമൻറ്റുകളുമായിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ തന്നെ ഉണ്ടാവും. വേറെ എവിടെയും പോവില്ല കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് പ്രധാനമായിട്ടും വിചാരിച്ചത്. കുഞ്ഞുവാവ നമ്മുടെ അടുത്ത് ഉണ്ട് എന്നുള്ളത് എന്നുള്ളതാണ് ഒരു ലൈഫ് അപ്ഡേറ്റ് ആയിട്ട് പറഞ്ഞത്. കുഞ്ഞുവാവയുടെ അമ്മയ്ക്ക് ഇപ്പോൾ നല്ല സുഖമായി വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഒരു ഇമ്പ്രൂവ് ആവാനുണ്ട്, കാരണം ഇത്രയും ഒരു സീരിയസ് കണ്ടീഷനിലൂടെ കടന്നു പോയ ഒരാളാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ കുഞ്ഞുവാവയുടെ ബാപ്റ്റിസം ഒക്കെ ആകുമ്പോൾ കുഞ്ഞുവാവ തിരിച്ചു പോവും. നമ്മളിപ്പോൾ പിന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് നിയോ എന്നാണ് കേട്ടോ. നിയോ എന്നുള്ള പേര് മിയക്കുട്ടി കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നിയോ കുട്ടൻ.
ഇത് കുഞ്ഞുവാവയുടെ ഷെൽഫാണ്. ഞാൻ അവനൊരു ചേഞ്ച് ഓഫ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്ന് തുറന്നപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നിങ്ങളൊന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇത് ഞാൻ മെറ്റേണിറ്റി ബാഗ് പാക്കിങ്ങിന് വേണ്ടി ഞാൻ പെട്ടെന്നാണ് ഇത് പാക്ക് ചെയ്യേണ്ടിയൊക്കെ വന്നത്. എമർജൻസി ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ എഴുതി വെച്ച ഒരു ലിസ്റ്റാണ്. ഈ ലിസ്റ്റ് അനുസരിച്ചാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ളൊരു ലിസ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും എന്ന് തോന്നുകയാണെങ്കിൽ എന്നോട് കമൻസിൽ പറയണം. ഞാനത് ഷെയർ ചെയ്യാൻ നോക്കാം. സോ ഇന്നത്തേക്ക് വിട. Take care. Bye-bye.